കുംഭം രാശിയിലെ സന്തതികളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു വാചകം മാത്രമല്ല, ഇതൊരു ദിവ്യ സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിലെ അഗ്നിപരീക്ഷ, നിങ്ങളുടെ ശത്രുക്കളുടെ ഗൂഢചിന്തകൾ, ഈ എല്ലാം കാര്യങ്ങളും ഇന്ന് തിരിച്ചടിക്കാൻ പോകുന്നു. എന്നാൽ ഇത് സാധാരണ വിജയം അല്ല. ഇത് കൈവാളം പൂണ്ടുകൊണ്ട് നാരായണൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങിവരുന്നത് പോലെയാണ്. എന്നെ ശ്രദ്ധിക്കുക. എന്നെ ഓരോ വാക്കും ഹൃദയത്തിൽ കുടിപ്പിക്കുക. കാരണം നിങ്ങൾ ഇപ്പോൾ അത്യന്തം സംവേദനശീലമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. ഗ്രഹങ്ങൾ നിങ്ങളുടെ ജന്മപത്രിക വായിക്കുന്നത് മാത്രമല്ല, അവ നിങ്ങളുടെ അദൃശ്യ ശക്തികളെ ഉണർത്തിയെഴുന്നേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു കണ്ണിപ്പെരുമാഴ്സ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടിതാദ്യമായിരിക്കാം നിങ്ങളുടെ അതിരൂപ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ. കുംഭം രാശിയിലെ അതിർഷായികൾ, തിങ്കളും വെളിച്ചവും തേർത്തെടുക്കുന്ന നിങ്ങൾ എങ്കിലും ഓരോ സ്ഫടിക കണത്തിൽ പ്രതിഫലിക്കുന്ന സത്യത്തെ പലപ്പോഴും അവഗണിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം അതെല്ലാം നോക്കാൻ പോകുന്നു. നിങ്ങളെ കഠിനാധ്വാനത്തിലൂടെ പിടിച്ചിരുത്തിയ അവ്യക്ത ശക്തികൾ ഈ മുഹൂർത്തത്തിൽ പിൻവാങ്ങാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് കേവലം വാദമല്ല, ഇതൊരു ദിവ്യ ജ്യോതിരാജ്ഞാന പ്രഖ്യാപനം. കാരണം സ്വർഗത്തിന്റെ സേതുപാലനം ഇതിനോടൊപ്പം സ്ഥിരപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചിരിക്കാം അധ്യക്ഷസാഗരത്തിലെ ബുദ്ധിമാനായ ജീവിതെന്ന നിലയിൽ. നിങ്ങളുടെ ജ്ഞാനത്തെ, നിങ്ങളുടെ തിരുവാളായ വിവേകത്തെ കനിഞ്ഞ് നോക്കിയ ശത്രുക്കൾ പലരും ഉണ്ട്. പക്ഷേ ഈ നിമിഷം നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ കവചമാകാൻ പോകുന്നു. ഇന്നത്തെ നക്ഷത്രപുഷ്ടി, ഇന്നത്തെ അസ്ത്രശക്തി, ഇത് നിങ്ങൾക്കായി വിതരണം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളിലെ ആ അനുൽവികമായ നാഡി, നിങ്ങളിലെ ആ അപ്പരാജ്ഞ, ഈ നിമിഷം ഈ പൗരുഷം എഴുന്നേലുന്നു. കാരണം ജ്യോതിർമയങ്ങളുടെ നാനാകീലകത്തിൽ ഒരു കൃത്യനിയന്ത്രണ പരിണാമം നടന്നിരിക്കുന്നു. നിങ്ങളുടെ സന്തതിയെ വിനയ്ക്കാനൊരുങ്ങിയ പിശാചി തലവേലയ്ക്കാവേ തന്നെ ഇന്നു കാൽവയിൽ തെറിഞ്ഞു വീഴാൻ പോകുന്നു. എന്നാൽ ഓരോ വിജയത്തിനും പ്രതിഫലമുണ്ട്. അതിന്റെ പേരിതേ. ഇതാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത്. ദിവ്യ സന്ദേശം സ്വീകരിക്കുക. കുംഭം രാശിയിലെ നിങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മാത്രം വായിച്ച് സംതൃപ്തരാകരുത്. നിങ്ങളുടെ പരിജനപ്രിയരെ, നിങ്ങളുടെ അനുരാഗികളെ കൂട്ടിവാങ്ങുക. അവരും ഇതേ അനുഭവിക്കേണ്ടതാണ്. ഈ ദിവ്യ സന്ദേശം പങ്കുവെച്ച് നിങ്ങൾ എറിയുവിനും സമ്പത്തിന്റെ കപാടിതും അനന്തമാകുന്നു. ഹൃദയത്തിൽ സന്തോഷത്തിന്റെ പ്രതിധ്വനി വരുത്തിത്തോ നിങ്ങളെ ഓരോ വാക്കുമായി കൂടി ഈ വിഷയത്തെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഈശ്വരദൂതപ്രിയ നാമം കമന്റ് വിഭാഗത്തിൽ എഴുതുവിൻ. കാരണം നിങ്ങളുടെ ദേവതാപ്രണയം തന്നെ നിങ്ങളുടെ ആത്മരക്ഷണവും സ്വർഗപ്രവേശനവും നിശ്ചയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുലദേവതയുടെ പേര് കമന്റ് ചെയ്തു കൊടുത്താൽ ഈച്ച് ആനൽ നിങ്ങളുടെ സകലവിധ ദീർഘായുഷ്യം, സംവിധാനത്തിനും വിജയത്തിനും ഭരതാരമായിത്തീരുന്നു. ഈ ജ്യോതിരാജ്ഞാന പരീക്ഷയിൽ നിങ്ങളുടെ പ്രിയ ജനങ്ങളെ പങ്കാളിയാക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ദേവാനുഗ്രഹം വർഷിക്കപ്പെടുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പരിചര ബന്ധുവരെ ഷെയർ ചെയ്തുത്തോ അത് നിങ്ങളെ സംരക്ഷണരേഖയിലേക്ക് നീക്കുന്നു. കാരണം വിജ്ഞാനം പരിത്യജിച്ച് മസ്തിഷ്കത്തിലെ ഗുരുശക്തിയെ ആഹ്വാനിക്കുന്നത് നിങ്ങളുടെ ദർപ്പണമുണ്ടാക്കുന്നു. ഈ ചാനലിൽ നാം നിങ്ങൾക്കായി ജാതക പാഠനം, ഗ്രഹതിരുമേനി വിശകലനവും പ്രദാനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിവാഹപാലനം, നിങ്ങളുടെ ബന്ധുബാന്ധവ അനുകൂലനത്തെ സംബന്ധിച്ച് നിർദ്ദിഷ്ട സമ്മതി പ്രദാനം നിയോജിത രീതിയിൽ ഇവിടെ ഉപലബ്ധമായിരിക്കുന്നു. കമന്റ് വിഭാഗത്തിലോ നമ്മൻ നിങ്ങളെ സകലവിധ സഹായത്തിന് സർവപ്രാപണീയരായിരിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രരേഖാകുലം, നിങ്ങളുടെ നവഗ്രഹ സ്ഫുടനം, നിങ്ങളുടെ ധാരാപഭ അനുകൂലനം ഇത്യാദി കാര്യങ്ങൾ നിയമിതമായ വിവരണത്തിൽ നമ്മൂരെ പ്രതിപാദനം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പരമിതരിക്കാനായി സകലവിധ ദൈവാനുഗ്രഹം ആരാധിക്കേണ്ടതാണ്. ഗ്രഹങ്ങളുടെ അലൗകിക ശക്തി നിങ്ങളുടെ നേർത്തെ വീശിപ്പടിക്കുന്നു. കുംഭം രാശിയിലെ വിദ്യാധരങ്ങളെ, ഗുരുമഹാരാജൻ നിങ്ങളുടെ ജീവിതഛായയിൽ തെളിവായി നടന്നിരിക്കുന്നു. ഈ ദേവരാത്രിയിൽ ഗുരുഗ്രഹ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ കർമ്മത്തെ ശുദ്ധീകരിക്കാൻ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കുംഭം രാശിയിലെ നിങ്ങൾ ഈ നിർണായക സമയത്ത് ശ്രേഷ്ഠമായ ആത്മീയ പരിഹാരങ്ങൾ നടത്തണം. ഇത് ശരിക്കും പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വെല്ലുവിളികൾ അതിജലം കടക്കാൻ, നിങ്ങളുടെ കർമ്മസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളെ ചില ആത്മീയ പാതകൾ കാണിച്ചു തരുന്നു. എന്നെ ശ്രദ്ധിക്കുക. ഇത് വെറും വാക്കുകൾ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ സൂത്രം മാറ്റിത്തരിക്കുന്ന മാന്ത്രിക നിർദ്ദേശങ്ങൾ. ഓരോ ദിവസത്തിലും നിങ്ങൾ എഴുന്നേറ്റ് ഒരു നിയമത്തിലെ വെള്ളത്തെ എടുത്ത് നിങ്ങളുടെ നെറ്റിയിൽ സ്പർശിക്കുക. ഈ പ്രയോഗത്തിലൂടെ സൂര്യനുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടും. കാരണം സൂര്യൻ നിങ്ങളുടെ കർമ്മത്തിന്റെ സ്വാമി. സൂര്യനെ സന്തുഷ്ടരാക്കിയാൽ സാരാ ബാധകൾ വിരിയും. കുംഭം രാശിയിലെ നിങ്ങൾക്കു സൂര്യന്റെ കൃപ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. പ്രതിദിനം രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ, നിങ്ങളുടെ സാധിവാന പ്രത്യേകിച്ചു നിങ്ങളുടെ കുലത്തിലെ സഞ്ചിത ദേവതകളെ ധ്യാനിക്കുക. ഈ ധ്യാനം നിങ്ങളുടെ വാണികലയെ ഉയർത്തും, നിങ്ങളുടെ വ്യാപാരത്തെ പരിപാലിക്കും, നിങ്ങളുടെ ധനസമ്പത്തിനെ ഗുണിപ്പിക്കും. ഈ പ്രത്യുഷകാലത്ത് കുംഭം രാശിയാൽ പിതൃദേവതകളെ അനുസ്മരിച്ചാൽ അതിന് അപരിമിത ശക്തിയുണ്ട്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ കേൾക്കുക. ഞാൻ നിങ്ങളോട് കൂറായി പറയുന്നു, വിഷ്ണു സഹസ്രനാമം കേൾക്കുന്ന ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനുപ്രാണ നിറ്റന്റെ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിവരും.
നിങ്ങളുടെ കണ്ണീരുണ്ടാകും. നിങ്ങളുടെ ഹൃദയം ഊരും. കാരണം അത് സ്ഥൈര്യത്തിന്റെ സ്വരൂപം. അത് നിങ്ങളുടെ സകല സന്ദേഹങ്ങളെ നീക്കം നൽകും. ഓരോ സപ്താഹത്തിലെ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുക. 1000 പേരുകൾ, ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തിന് വിളക്കായി വരും. ഞാൻ നിങ്ങളെ ഒരു രഹസ്യം പറഞ്ഞുതരുന്നു. നിങ്ങളുടെ പണ്ഡിതശക്തിയെ ജാഗരിതമാക്കാൻ നിങ്ങൾ ഒരു ഖാലി ഇരുമ്പിന്റെ സിക്കം എടുത്ത് അതിനെ ഗുരുവാര നേരത്തെ സാവധാനം നിങ്ങളുടെ കവിളിൽ വെച്ച് കണ്ണ് തുറന്നു കാണുക. ഈ പ്രയോഗത്തിലെ അതിവൈദിക ആയാമം നിങ്ങളുടെ തലയിലെ അനുഭവത്തെ ആരമാക്കും. നിങ്ങൾ അതിനോട് കഥയായി സംസാരിച്ചാൽ നിങ്ങളുടെ വാണിജ്യ പ്രയത്നങ്ങൾ ഗുണിതമാകും. കുംഭം രാശിയോ, നിങ്ങൾ ത്രയോദശ വ്രതം നടത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ 13 ദിവസം തുടർച്ചയായി ഓരോ ദിവസത്തിലും ഒരു ദീപം കത്തിക്കുക. നിങ്ങളുടെ ഈശ്വരമന്ദിരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാഘരത്തിൽ. ഓരോ ദീപത്തിലും 14-ാം നാളിന് നിങ്ങളുടെ ആത്മസാക്ഷ്യത്തിൽ സാറായ്പിനെ അർപ്പണം നിങ്ങൾ നൽകുക. ഈ വ്രതത്തിന്റെ സമാപ്തിയിൽ നിങ്ങളുടെ സകല പാപകർമ്മങ്ങൾ അഗ്നിയിലെ ആപായം വരും. നിങ്ങളുടെ ജീവിതത്തിലെ ബാധാകാരി നിരാകരങ്ങൾ സമ്പൂർണ്ണമായി പ്രവിശേഷങ്ങളെ തരും. ഇപ്പോൾ നിങ്ങളുടെ വ്യാപാരത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ വായുതത്വത്തെ സാധനയാക്കിക്കൊണ്ടിരിക്കുന്നു. കുംഭം വായുരാശി. വായുതത്വം നിങ്ങളുടെ സ്വാഭാവിക സമ്പത്ത്. ഈ വായുതത്വത്തെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ പ്രതിദിനം രാവിലെ നിങ്ങളുടെ ജനലുകൊണ്ട് കാറ്റ് എത്തുവിക്കുക. നിങ്ങളുടെ കരത്തിലേക്ക് ഉത്തരാഭിമുഖത്തിൽ ജനലുകൊണ്ട് കാറ്റ് കയറിവരുന്നത് കാണുക. നിങ്ങളുടെ കർമ്മശക്തി വായുവോടൊപ്പം ചലിച്ചുവരും. നിങ്ങളുടെ സാർത്ഥകതയെ സ്പർശിച്ചുവരും. നിങ്ങൾ സ്ഫടിക പത്മാകാരായ ഉണ്ടാക്കുക. സ്ഫടികത്തെ ലോഹത്തിന്റെ കെട്ടിൽ വെച്ചായി ചെരുപ്പിൻ പോലെ രൂപം കൊടുത്തിരുന്നു കൊണ്ടായാൽ അതിന്റെ ഐതിഹ്യജ്ഞാനം അധികാലത്തെ ദിനത്തിൽ നിങ്ങളുടെ സന്ധിയെ വരൾപ്പിക്കും. സ്ഫടികം വിദ്യാഭ്യാസത്തിന്റെ പ്രതീകം. ഇത് ബുദ്ധിയെ ഉജ്ജ്വലമാക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി വളരും. നിങ്ങളുടെ ത്രുടി ശക്തി വിലസിക്കും. ഈ സ്ഫടിക പത്മാകാരത്തെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരാഭിമുഖ മേശയിൽ വെച്ചായി പൂജിക്കുക. കുംഭം രാശിയാളുകൾക്കു ഭഗവാൻ വരുണ്ണൻ വിശേഷ പ്രഭാവം കാണിക്കും. വരുണ്ണൻ ജലത്തിന്റെ ദേവത. വരുണ്ണൻ സത്യത്തിന്റെ ദേവത. നിങ്ങൾ വരുണ്ണനെ ആരാധിച്ചാൽ നിങ്ങളുടെ വാണിജ്യത്തിന് സ്ഥിരത വരും. നിങ്ങളുടെ പ്രതിജ്ഞകൾ സത്യമാകും. നിങ്ങൾ കൂടിച്ചേരുന്നവർ നിങ്ങൾക്കാണ് വിശ്വാസം കാണിക്കും. വരുണ്ണ ഉപാസനയിൽ നിങ്ങൾ നിങ്ങളുടെ വിരലിൽ വെള്ളം കരിഞ്ഞ് അതിനെ നിങ്ങളുടെ നിലത്തുപാകിയായി ഉണ്ടാക്കുക. നിങ്ങളുടെ സ്നേഹജീവനത്തിൽ ഇപ്പോൾ എത്രയോ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. കുംഭരാശിയെ ബ്രഹ്മാണ്ഡത്തിന്റെ ഗ്രഹ നിയന്ത്രണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഇത്ര സൂക്ഷ്മമായി സ്പർശിക്കുന്നത് വിരളം കാണപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഏഹത്തിന്റെ സാധ്യത അനുഭവിക്കും. അത് നിങ്ങളുടെ ഈ വർഷത്തെ ഗ്രഹയോഗത്തിന്റെ ഫലമാണ്. എന്നാൽ നിങ്ങൾ ഈ കാലഘട്ടത്തെ സാമാന്യ സ്നേഹവർഷമായി കരുതിയാൽ മാത്രം പോരാ. കാരണം ഇത് നിങ്ങളുടെ ഭാവി ജീവനാകൃതിയെ തീരത്തെ മാറ്റിത്തിരിക്കുന്ന കാലം ആണ്. ഗുരുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ സംബന്ധ വിഷയത്തിൽ അത്യന്തം ശക്തിയോടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും കിഴി വിവാഹം അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന 6-നോ 7-നോ ദിവസങ്ങളിൽ അത് നടപ്പാകുവാൻ സാധ്യതയുണ്ട്. ശനി ഗ്രഹം എത്രയോ ദിവസത്തെ കാത്തുനിന്ന സ്നേഹയോഗത്തെ ഇപ്പോൾ അനുവദിക്കുന്നു. അത് നിങ്ങളുടെ കർമ്മത്തിന്റെ വിളവാണ്. നിങ്ങളിലെ വിശ്വസ്ത പ്രേമികരെ ഈ കാലത്ത് നിങ്ങൾ കൂടുതൽ സമീപത്ത് കണ്ടെത്തും. അവരുടെ ആത്മീയ സമാനത ഇപ്പോൾ നിങ്ങൾ ആഴത്തിൽ ബോധ്യപ്പെടും. കെട്ടിപ്പിരിച്ച സമ്പർക്കത്തിൽ ഉണ്ടായ മാനസിക ദൂരം കുറയുവാൻ പോകുന്നു. കാരണം ഗ്രഹശക്തി ഇപ്പോൾ പരസ്പര സൗഹാർദ്ദത്തെ ബലപ്പെടുത്തുന്നു. പരിവാരിക സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മാതാപിതാക്കളുടെ ഭാവനിരീക്ഷണം കൂടുതൽ അനുഭവിക്കും. പിതൃത്വമോ മാതൃത്വമോ ചിന്തിക്കുന്ന കുംഭരാശിക്കാരെ ഇപ്പോൾ ഒരു പുതിയ വാത്സല്യ ബോധം പിടികൂടും. ഭാര്യാഭർത്താ സംബന്ധത്തിൽ ഈ 7-നോ 14-നോ ദിവസ കാലയളവിൽ നിങ്ങൾ വ്യക്തിയുടെ സത്യസ്വരൂപം പരിചയപ്പെടും. അതുവരെ മറഞ്ഞിരുന്ന വാറ്റ കാര്യങ്ങൾ തെളിയും. പരസ്പര സൗജന്യം വർദ്ധിക്കാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പ് ചെറിയ സംഘർഷണ പരീക്ഷണം വരാനിടയുണ്ട്. ബാഹ്യലോകത്തിലെ സ്നേഹസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ സാമാജിക മാധ്യമങ്ങളിൽ പ്രതീക്ഷിതരെ കാണാൻ ആയിരിക്കും. നിങ്ങളുടെ സ്നേഹത്തിന് മേൽ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാലത്ത് അത് നിർമൂലിതമാകാൻ പോകുന്നു. ഈ പാരിവാരിക പരിതപത്ത് നിങ്ങളെ ആത്മീയമായി അപേക്ഷകർ ആക്കിത്തിരിക്കും. അത് നിങ്ങളുടെ ഭാവി സ്നേഹജീവനത്തിനു അമൂല്യ അനുഭവം ഇതു നൽകും. സ്നേഹത്തിനെക്കുറിച്ച് നിങ്ങളിലെ ഭയങ്ങൾ ക്രമേണ ഉരുവിയും പോകും. ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനമാണ്. കാരണം ശനി ഗ്രഹ വ്യാപാരത്തെ ബാധ്യതരമാക്കിയിരിക്കുന്നു. നിങ്ങളിലെ ശാരീരിക ഊർജ്ജസ്ഥിതി ഈ കാലത്ത് നൈരാശ്യകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോകാൻ ഇടയുണ്ട്. അത് അപാകമായ ഉറക്കം, മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ശാരീരിക ക്ഷീണം ആയിരിക്കുമെന്ന് സാധ്യത കാണുന്നു. എന്നാൽ ഈ നെടുമ്പകാലത്ത് നിങ്ങൾ വെറുതെ നിരായസ് കഠിനാനുബന്ധം പാലിച്ചെങ്കിൽ നിങ്ങളിലെ ആരോഗ്യം ഒരു പ്രബലമായ അവസ്ഥയിലെത്തും. ശനി ഈ കാലത്ത് നിങ്ങളെ ശാരീരിക അളവിൽ നിർണയമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേയാൾ ഗ്രഹത്തിന്റെ പ്രഭാവത്താൽ നിങ്ങളിലെ ദഹനതന്ത്രം ബലഹീനപ്പെടാൻ പോകുന്നു. പക്ഷേ ഈ കാലത്ത് ജീവിതരീതി മാറ്റങ്ങൾ നിങ്ങൾ ആരംഭിച്ചെങ്കിൽ ഈ കഷ്ടം സ്വയം കുറയും. വെളിച്ചമുള്ള വികാരങ്ങൾ വിഷ് പോലെ ശരീരത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ കാലത്ത് നിങ്ങൾ ധ്യാനം പരിഗ്രഹിക്കണം എന്ന് ബ്രഹ്മാണ്ഡ സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങളുടെ ചോരയിലെ വിഷ പോലെയുള്ള വണാത്മക വികാരങ്ങൾ അഗ്നി പരിക്രിയ വഴി വായു
ഉപമായി പുറത്തു പോകണം. നിങ്ങളുടെ കണ്ണുകൾ ഈ കാലത്ത് സാധാരണ ജാതിയെ കാണുന്നു, മറ്റുള്ളവരേക്കാൾ കുറച്ചു തെളിവുകൾ കൂടി. ഈ കാലത്ത് നിങ്ങൾ കാരുണ്യവത്തായ സ്നാനങ്ങൾ ചെയ്താലും കഷ്ടായിരിക്കും. കാരണം ശനി തപസ്യയോ സന്യാസത്തോ വിനയരക്ഷണത്തോ മാത്രം അനുവദിക്കുന്നു. നിങ്ങൾ ശാരീരികമായ കുറ്റിസ്നാനങ്ങൾ ഉപാസനകൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യ ഊർജ്ജ പ്രബലമാകും. രാത്രികാലത്ത് നീർപാനം കൂടിയായതിനാൽ നിങ്ങൾ രാത്രി നേരെ വെള്ളത്തെ കുറച്ചു കുറക്കുക എന്ന് ഗ്രഹശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. പ്രവാസത്തിന്റെ കാര്യത്തിൽ ഈ കാലത്ത് ഒരു അപ്രതീക്ഷിത യാത്ര സാധ്യമാണ്. വിദേശ ഭൂമിയിലേക്ക് ഒരു വിലാസ് പ്രാപ്തി അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ദീർഘദൂരം സഞ്ചരിക്കാൻ ഇടയുണ്ട്. ഈ യാത്ര നിങ്ങളുടെ ഭാവി ജീവനോപാധിയെ സ്ഥിരപ്പെടുത്തുമെന്നും സാധ്യതയുണ്ട്. വിദേശ ഭൂമിയിൽ നിങ്ങൾ പരിചിതരായ ഭിന്ന സംസ്കാരത്തിലെ ആളുകളുമായി ഈ കാലത്ത് പരിചാനം നേടുവാൻ സംഭവിക്കും. ഈ സമ്മേളനങ്ങൾ നിങ്ങളിലെ ജ്ഞാനപ്രവാഹത്തെ പുത്തന് ദിശ